ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി രുചീഷ്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് TDPയും JDUവും എന്നാണ് മനസ്സിലാക്കുന്നത്. എത്തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതിനെന്തായാലും അത്തരം ചർച്ചകൾ നേരത്തെ തന്നെ BJPയുമായി ഈ ഘടകകക്ഷികൾ നടത്തുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ മോദി സർക്കാരിലേക്ക് പോവുകയാണ്. നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി തന്നെ NDA യോഗം അടുത്ത പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. രാജ്നാഥ് സിംഗ് ആണ് നരേന്ദ്രമോദിയുടെ പേര് യോഗത്തിൽ നിർദ്ദേശിച്ചത്. വലിയ കയ്യടിയോടെ നരേന്ദ്രമോദി എന്ന വിളികളോടെയാണ് മോദി ഈ പാർലമെന്റിലെ സെൻട്രൽ ഹാളിലേക്ക് നടന്നു വരുമ്പോൾ ഉണ്ടായത്. അദ്ദേഹം വരുമ്പോൾ തന്നെ ഈ നിതീഷ് കുമാറും TDPയുടെ ചന്ദ്രബാബു നായിഡുവും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും കൈകൊടുത്തുകൊണ്ട് വന്ന് പിന്നീട് ഭരണഘടനയെ വണങ്ങിക്കൊണ്ടാണ് പിന്നീട് യോഗത്തിലേക്ക് കടന്നത്. യോഗത്തിൽ നരേന്ദ്രമോദിയുടെ പേര് പറയുമ്പോൾ തന്നെ വലിയ തരത്തിൽ എല്ലാ അംഗങ്ങളും കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. എന്തായാലും മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തും എന്ന് ഉറപ്പായി. ഔദ്യോഗികമായ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ NDA യോഗത്തിൽ നടന്നിരിക്കുന്നു. ഇപ്പോൾ വിവിധ നേതാക്കൾ BJPയുടെ വിവിധ നേതാക്കൾ സംസാരിച്ചു. രാജ്നാഥ് സിംഗും JP നദ്ദയും അതോടൊപ്പം അമിത്ഷായും സംസാരിച്ചപ്പോൾ നിതിൻ ഗഡ്കരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞത്, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട BJP നേതാവ് ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെയാവും. കാരണം നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്ന് പ്രതിപക്ഷവും അതോടൊപ്പം പല സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ പലതരത്തിലുണ്ടാകുന്നു. രാഷ്ട്രീയ വിദഗ്ധരും അത് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ആ സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയേറ്റ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു ഈ നേതാക്കളുടെയൊക്കെ പ്രസംഗം. 10 വർഷം രാജ്യം വളരെ വലിയ വികസനത്തിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നേറി. ഇനി അടുത്ത 5 വർഷവും നരേന്ദ്രമോദി നയിക്കും എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു വെച്ചു. വലിയ കയ്യടിയോടെയാണ് നേതാക്കൾ സ്വീകരിച്ചത്. എന്തായാലും ഈ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. മന്ത്രിമാരുടെ കാര്യത്തിൽ കേരളത്തിന് തീർച്ചയായും ഒരു നേട്ടം എന്ന് പറയാനുള്ളത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഞായറാഴ്ച നരേന്ദ്രമോദിക്കൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് കേന്ദ്ര നേതാക്കളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചെന്നാണ് സൂചന. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നതാണ് കേരളത്തിനുള്ള ഒരു പ്രധാന നേട്ടമായി ഉള്ളത്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്ത് തോറ്റെങ്കിലും രാജ്യസഭയിലെ അംഗത്വം വെച്ച് രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രിയായി തുടരും എന്ന് കരുതുന്നു. രാജ്നാഥ് സിംഗ് അതോടൊപ്പം JP നദ്ദ, അമിത്ഷാ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം തന്നെ, നിതിൻ ഗഡ്കരി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ നിലവിൽ ഉള്ള കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരൊക്കെ വീണ്ടും ആ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്, പ്രധാന നേതാക്കളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രധാന നേതാക്കളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പ്രധാന വകുപ്പുകൾ കൈവിടാൻ BJP ഒരുക്കമല്ല. പ്രധാന വകുപ്പുകൾ പലതും ഈ ഘടകകക്ഷികൾ ചോദിച്ചിട്ടുണ്ട്. ധനകാര്യം ഉൾപ്പെടെ, റെയിൽവേ ഉൾപ്പെടെ, ആഭ്യന്തരവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒന്നും കൈവിടാൻ BJP തയ്യാറല്ല. അതോടൊപ്പം നേരത്തെ 5ഉം 3ഉം ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് TDPയും JDUവും ഒക്കെ വളരെ വാശിയോടെ ചോദിച്ചിരുന്നത്. അതിപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഓരോ ക്യാബിനറ്റ് വകുപ്പ് നൽകാം എന്നാണ് BJP ഈ ഘടകകക്ഷികളെ യോഗത്തിന് മുൻപ് തന്നെ അറിയിച്ചത്. അത് ഇരു കക്ഷികളും തള്ളിയിരിക്കുകയാണ്. സഹമന്ത്രി സ്ഥാനത്തെയും അതോടൊപ്പം സ്വതന്ത്ര ചുമതലയും നൽകാമെന്നൊക്കെ BJP പറഞ്ഞെങ്കിലും ഇതുവരെ അംഗീകരിക്കാൻ ഇരു പാർട്ടികളും തയ്യാറായിട്ടില്ല. പക്ഷേ യോഗത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ തന്നെ തിരഞ്ഞെടുക്കാനും അതോടൊപ്പം പുതിയ സർക്കാരിലേക്ക് പോകാനുമുള്ള ഒരു പിന്തുണ ഈ ഇരു പാർട്ടികളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഏത് വകുപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇഴഞ്ഞു നിൽക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തിനായി ഇപ്പോഴും TDP ഉന്നയിക്കുന്നുണ്ട്. സ്പീക്കർ സ്ഥാനം വിട്ടു നൽകാനാവില്ല എന്ന കാര്യം BJP അറിയിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു കടുംപിടുത്തം തുടരുന്നുണ്ട്. രണ്ട് കക്ഷികളും JDUയും TDPയും ആവശ്യപ്പെട്ടത് ഇരു സംസ്ഥാനങ്ങൾക്കും, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ പദവി എന്ന ആവശ്യം തത്വത്തിൽ BJP അംഗീകരിക്കാനാണ് സാധ്യത. പക്ഷേ വകുപ്പുകളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന കാര്യത്തിലും ഈ പാർട്ടികൾ അംഗീകാരം കൊടുത്തിട്ടില്ല. അത് ഇനി അടുത്ത മണിക്കൂറുകളിൽ വളരെ നിർണായകമാണ്. 9-ാം തീയതിയാണ്, അതായത് ഞായറാഴ്ച വൈകിട്ടായിരിക്കും പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യഘട്ടത്തിൽ ഒരു 25-30 മന്ത്രിമാർ കൂടി ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് കരുതുന്നത്. പക്ഷേ അടുത്ത മണിക്കൂറുകളിലെ ചർച്ചകൾ വളരെ നിർണായകമാണ്. അതിന് ശരി, NDA സഖ്യകക്ഷികളുടെ യോഗം പാർലമെന്റിൽ പുരോഗമിക്കുകയാണ്. മൂന്നാം ഊഴത്തിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത.
ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഗൗതം, ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം എങ്ങനെയായിരിക്കും? നിലവിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ടൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ NDA നേതാക്കൾ ഇപ്പോൾ പാർലമെന്ററി യോഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സോണിയാഗാന്ധിയുമായി ഒക്കെ ചർച്ച നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഭിച്ച വിവരമനുസരിച്ച് ഈ JDUവും TDPയും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപീകരണ സാധ്യതയിലേക്ക് കോൺഗ്രസ് കടക്കണമെന്നുള്ള ഒരു ആവശ്യം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. അതിനുമായി തുടർന്നാണ് ഇപ്പോൾ ഈ കമൽനാഥുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ മധ്യപ്രദേശിലെയും രാജ്യത്തെയും സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്തു എന്നാണ് കമൽനാഥ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന പ്രതീക്ഷ. JDUവും TDPയും പ്രത്യേക പദവി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് NDA അല്ലെങ്കിൽ BJP എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബീഹാറിന് പ്രത്യേക പദവി ലഭിക്കുമെന്നുൾപ്പെടെയുള്ള ആത്മവിശ്വാസത്തിലാണ് പാർലമെന്ററി യോഗത്തിനെത്തിയ JDU MPമാർ, തെരഞ്ഞെടുക്കപ്പെട്ട JDU MPമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റെയിൽവേ മന്ത്രാലയം അതോടൊപ്പം ധനകാര്യ മന്ത്രാലയം എന്നീ രണ്ട് മന്ത്രാലയങ്ങളുടെ പദവി ഇത് JDUവും TDPയും ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഈ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി അനുനയ നീക്കങ്ങൾ നടത്തി വീണ്ടും ഒരു സർക്കാർ രൂപീകരണ ശ്രമത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമവായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പാർലമെന്ററി യോഗത്തിന് ശേഷമുള്ള ഒരു സമവായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ കമൽനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ട് NDA യോഗം പാർലമെന്റിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു സംസാരിക്കുന്നു. അതിലേക്ക് government, we are a very, very inspiring time. Anything you wanted to achieve, if you visualize, it can be done. Narendra Modi ji is having a vision and also is having a zeal and also his execution is very perfect and also he is executing all his policies with a true spirit, always to have a leader. Right time is a great asset for the nation. Today, India is having a right leader, right time. That is Narendra Modi. This is a very good opportunity for India. If we miss now, we will miss forever. That is where we are having wonderful opportunity. You are seeing globally today, all countries are having 1 or 2%, 3% growth rate. India is growing at the highest growth rate for the last 10 years. It will continue another 10, 20 years or 30 years, 40 years. India is having some advantages. One is information technology. We have first more advantage we have taken. Demographic dividend, that is more youngsters. It has created excellent advantage for Indians to move abroad also. For everything, in ancient times also, we had all resources, but recently we are moving very aggressively. The reason is very clear. We are having leader. That leader is Narendra Modi. Now, I proudly propose the name of Sri Narendra Modi ji on behalf of Telugu Desam Party for the post of Prime Minister of this great nation. Through his vision of Sabka Saath, Sabka Vikas and Vikasit Bharat, and through the collective efforts of NDA, we can become a zero poverty nation. That is possible only Narendra Modi ji. This is a historic moment.
all of you are here. Telugu Desam Party is having relations with NDA from the beginning. My leader, my party founder, great N.T. Ramarao Garu, you are all aware. Always he was worked for the people, and also he told very clearly, I don't know isms, I know only ism, that is humanism. That is NTR. That vision Narendra Modi ji is making a reality in India. We are very happy for this momentum. I thank all of you. This time we had a historic, we know the election, we have won historic elections. If you see 95% seats we have won in Andhra Pradesh. That is a big victory. I have seen so many elections. This is the first of its kind. That is the confidence people are having on NDA and all leaders. My friend Pawan Kalyan ji is here, Janasena leader. Janasena, Telugu Desam Party and also BJP, we worked together without having any reservations. Here, State President Purandeshwari also is here. All leaders, we worked very well. That is the results we got it. I am very happy to share some of my ideas with you. This is the proudest moment in my life. Thank you very much.